ഗ്രാൻഡ് ഫിനാലെ ഷൂട്ടിംഗ് തുടങ്ങിയിരിക്കുകയാണ്. അതെ, ഗ്രാൻഡ് ഫിനാലെ ഷൂട്ടിംഗ് തുടങ്ങി. എന്തൊക്കെയാണ് ഷൂട്ടിംഗ് സെറ്റിലെ വിശേഷങ്ങൾ? എത്ര മണിവരെ ഇന്ന് ഷൂട്ടുണ്ട്? ഇന്നത്തെ ഷെഡ്യൂൾ എന്തൊക്കെയാണ്? ബിഗ് ബോസ് അൾട്ടിമേറ്റ് മലയാളം പ്രഖ്യാപിക്കുമോ? ലാലേട്ടനല്ലേ ഹോസ്റ്റ്? മമ്മൂക്കയാണോ? മമ്മൂക്ക വരുന്നുണ്ടോ? അപ്ഡേറ്റുകളും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ലൈവിൽ നടക്കുന്നത് പറയാം, അപ്ഡേറ്റുകൾ പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ജെനുവിൻ എക്സ്ക്ലൂസീവ് ഫാസ്റ്റ് അപ്ഡേറ്റ്സ് ഓഫ് ബിഗ് ബോസിനായിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനി ഒരു ഒറ്റ ദിവസം മാത്രമല്ല എല്ലാവരും കൂടെ ഉണ്ടാവുക. ആരും കൊഴിഞ്ഞു പോകരുത്. ഓക്കെ, നമുക്ക് കാരണം അടുത്ത ഹിന്ദി ബിഗ് ബോസ് വരുന്നുണ്ട്, തമിഴ് ബിഗ് ബോസ് വരുന്നുണ്ട്, എല്ലാത്തിനും ഉണ്ട് ഞാനിവിടെ. അപ്പോൾ രാവിലെ ഇന്ന് 10 മണിക്ക് ഷൂട്ടിങ്ങിന് അതിനകത്ത് എല്ലാവരും കയറ്റി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഓഡിയൻസിനെ മൊത്തം കയറ്റിയിട്ട് ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോവുകയാണ്. ഇതുവരെ തുടങ്ങിയിട്ടില്ല. എല്ലാവരും അകത്തോട്ട് കയറ്റിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഏതാണ്ട് തുടങ്ങിയിട്ടുണ്ടാവും. ഇന്ന് ലാലേട്ടനുണ്ട്, 1-2 ഇൻട്രോയും കാര്യങ്ങളൊക്കെ എടുക്കും. പക്ഷേ ഇന്ന് നടക്കാൻ പോകുന്ന സംഭവങ്ങൾ പെർഫോമൻസ് ആണ്. അതായത് നമ്മുടെ സീസൺ 6ലെ കണ്ടസ്റ്റൻസിന് ഇന്നാണ് അവർക്ക് റിഹേഴ്സല്. ഇന്നലെ രാത്രി അവർ ഹോട്ടലിൽ എത്തിയിട്ടേ ഉള്ളൂ. എന്നിട്ട് ഇന്നാണ് അവർക്ക് റിഹേഴ്സല്. ഇന്ന് തന്നെയാണ് അവർക്ക് സ്റ്റേജിൽ പെർഫോമൻസ്. കഴിഞ്ഞ വർഷത്തേക്ക് വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ അവർ 2-3 ദിവസം മുന്നേ ഒക്കെ വന്ന് പെർഫോമൻസ് റിഹേഴ്സലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ റിഹേഴ്സൽ അവർക്ക് ഇന്നാണ് റിഹേഴ്സൽ. ഇന്ന് തന്നെയാണ് അവർ സ്റ്റേജിൽ വന്നത് കളിക്കുകയും ചെയ്യുന്നത്. 2-3 മണിക്കൂർ കൊണ്ട് ചിലപ്പോൾ റിഹേഴ്സൽ ചെയ്ത് പെട്ടെന്നൊന്ന് കളിക്കുമായിരിക്കും. അപ്പം നമ്മുടെ എക്സ് കണ്ടസ്റ്റൻസിൻ്റെ ഡാൻസും പെർഫോമൻസും ഒക്കെ ഉണ്ട്. അതിന് പുറമേ ആയിട്ട് നമ്മുടെ മുൻ സീസണുകളിലെ റനീഷ, നാദിറ, പിന്നെ നോബി, കുട്ടിയകിൽ, ദിൽഷ, ധന്യ ഇവരുടെയൊക്കെ പെർഫോമൻസും കാര്യങ്ങളും ഉണ്ട്. അത് ഡാൻസ് ആയിരിക്കും, സ്കിറ്റ് ഉണ്ടായിരിക്കും, കോമഡി സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടായിരിക്കും. ഇതാണ് ഇന്ന് നടക്കാൻ പോകുന്ന സംഭവം. വേറെ ഇതൊക്കെ മേലെയായിട്ട് ഒരു സാധനവും ഇല്ല. നാളെയാണ് നമ്മുടെ വീട്ടിൽ നിന്നും ഓരോരുത്തർ വീതം എവിക്റ്റ് ചെയ്ത് വെളിയിൽ കൊണ്ടുവരുന്നത്. നാളെ ഉച്ചയ്ക്ക് 2 മണിക്കായിരിക്കും തുടങ്ങുന്നത് ആ സംഭവം. അതിനുശേഷം നടക്കുന്ന കാര്യങ്ങളും ഇന്ന് ഉള്ള സംഭവങ്ങളും എല്ലാം കൂടി കോർത്തിണക്കിയാണ് രാത്രി ഗ്രാൻഡ് ഫിനാലയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ബിഗ് ബോസ് അൾട്ടിമേറ്റ് പ്രഖ്യാപിക്കുമോ? മമ്മൂക്ക വരുന്നുണ്ട്, മമ്മൂക്ക ഉണ്ട്. അപ്പൊ മമ്മൂക്കയെ കൊണ്ടുവരുന്നതെങ്കിൽ അത്രയും വലിയൊരു അനൗൺസ്മെന്റ് നടത്താൻ തന്നെ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശുഭപ്രതീക്ഷയാണ് സീസണിന്റെ സെറ്റിൽ നിന്നും അറിയാൻ പറ്റുന്നത്. നമുക്ക് നോക്കാം. എന്തായാലും അൾട്ടിമേറ്റ് ഉണ്ട് കേട്ടോ, അൾട്ടിമേറ്റ് ഉണ്ട്. അപ്പൊ അൾട്ടിമേറ്റിന്റെ കാര്യം പ്രഖ്യാപിക്കുമോ? പ്രഖ്യാപിക്കേണ്ടതാണ്, ഗ്രാൻഡ് ഫിനാലയിൽ പ്രഖ്യാപിക്കേണ്ടതാണ്. നോക്കാം. ചിലപ്പോൾ ലോഗോയൊക്കെ റിവീൽ ചെയ്യുമായിരിക്കാം. പുതിയ നമ്മുടെ ബിഗ് ബോസിന്റെ ലോഗോ മമ്മൂക്ക തന്നെ ആയിരിക്കാം ചിലപ്പോൾ റിവീൽ ചെയ്യുന്നത്. ലാലേട്ടൻ ഹോസ്റ്റ് അല്ല എന്ന് കേൾക്കപ്പെടുന്നു. അതെ, BB അൾട്ടിമേറ്റിന്റെ ഹോസ്റ്റ്, അൾട്ടിമേറ്റ് വരികയാണെങ്കിൽ അതിന്റെ ഹോസ്റ്റ് ലാലേട്ടൻ അല്ല എന്ന് കേൾക്കപ്പെടുന്നു. നമുക്ക് വെയിറ്റ് ചെയ്ത് തന്നെ ഇരുന്ന് അറിയാം. എന്തായാലും ഒരു പൊടിപ്പൂരം ആയിട്ടുള്ള ഒരു ഗ്രാൻഡ് ഫിനാലെ ആയിരിക്കും. വെയിറ്റ് ചെയ്യാം. കൂടുതൽ അപ്ഡേറ്റുകളായിട്ട് ഞാൻ വരാം. ലൈവിൽ നോറ ബിഗ് ബോസ് വീടിനകത്ത് കയറേണ്ട വേറെ കാര്യമായിട്ട് ഒന്നും നടക്കാനില്ല. 10:45 സിജോ കയറും, 11:30 ആകുമ്പോഴത്തേക്കും ശ്രീതു കയറും. അപ്പം തീരും. എല്ലാവരോടും സംസാരിച്ച് ശ്രീതു കയറിയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ ഇപ്പം പറയില്ല. കയറുമ്പോൾ നിങ്ങൾക്ക് അർജുനെ മൈൻഡ് ചെയ്യത്തില്ല ശ്രീതു. നോക്കിക്കോ, കുറച്ച് സംഭവങ്ങളൊക്കെ ഇതിനിടെ നടന്നിട്ടുണ്ട്. അതിൻ്റെ അപ്ഡേറ്റുള്ള വിശേഷങ്ങളായിട്ട് ഞാൻ വരാം. അപ്പോൾ അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഒത്തിരി കാര്യങ്ങൾ ബിഗ് ബോസിന്റെ പിന്നിൽ നടക്കുന്നതും ബിഗ് ബോസിൽ ഉണ്ടാക്കുന്ന കോൺട്രവേഴ്സിയും ഒക്കെ നമുക്ക് സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ഇത് കഴിഞ്ഞ് ആരും പോവരുത്. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് വെളിച്ചത്ത് കൊണ്ടുവരാനുണ്ട്. അതൊക്കെ ഞാൻ ഈ തിരക്ക് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം വെളിച്ചത്ത് കൊണ്ടുവരണം. നിങ്ങളത് കാണണം. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റുകളായിട്ട് വരാം, വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.